ഞാൻ ചോദിക്കുന്നു, സമയബന്ധിതമായിട്ടുള്ള ഒരു സമീപനമില്ലാതെ എങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് പോകും? അവസാനം സർക്കാർ ഇറക്കിയ ഓർഡർ ഒരാളോടും ചർച്ച ചെയ്യാതെയാണ്. ആരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇവർ പറയുന്നു സമ്പൂർണ്ണമായി വീട് പോയവർ അല്ലാത്തവർ ഓരോ ഫേസ് ടു ഫേസ് ആയിട്ട് ഓരോ ഘട്ടം ഘട്ടമായി പുനരധിവാസം. ആരോട് ചർച്ച ചെയ്തു ഇവർ? ആരോടാണ് സർക്കാർ? സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിയും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോടാ ചർച്ച ചെയ്തേ? പഞ്ചായത്തിനോട് ചർച്ച ചെയ്തോ? MLA ചർച്ച ചെയ്തോ? സർവകക്ഷികളോട് ചർച്ച ചെയ്തോ? ദുരന്ത ബാധിതരോട് ചർച്ച ചെയ്തോ? എന്തേ ഘട്ടം ഘട്ടമാക്കാനുള്ള പ്രശ്നം എന്താ? പണമില്ലാത്തതാണോ? CMDRFിലേക്ക് എത്തിയ എമൗണ്ട് ഉണ്ടല്ലോ, SDRFിലെ എമൗണ്ട് ഉണ്ടല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. കേന്ദ്ര മനുഷ്യത്വരഹിതമായ സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങൾ അതിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ കൂടെയും അല്ലാതെയും പ്രക്ഷോഭം നടത്തുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, 100 കണക്കിന് സ്പോൺസേഴ്സ് വന്നിരുന്നു. ആ സ്പോൺസേഴ്സ് മുഴുവൻ സ്വയം വിഡ്രോ ചെയ്തു. എന്ത് ചെയ്യണം എന്നറിയാതെ അവർ സ്വയം വിഡ്രോ ചെയ്തു. ഈ വിഡ്രോവലിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ആവശ്യത്തിനുള്ള വീട് മുഴുവൻ വെച്ചു കൊടുക്കാൻ ഈ സ്പോൺസേഴ്സ് മതിയായിരുന്നു. അത് നിർവഹിക്കാൻ, അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ അസംബ്ലിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ആവശ്യപ്പെട്ട ആളാണ് ഞാൻ. അത് അന്ന് നിർവഹിക്കുമെന്ന് പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്നിപ്പോ 129 ദിവസമായി. ഒരു മിനിമം സ്പോൺസേഴ്സിന്റെ കോർഡിനേഷൻ പോലും നടത്തുന്നതിൽ ദയനീയമായി ഈ സർക്കാർ പരാജയപ്പെട്ടു. ദുരന്ത ബാധിതരോട് സഹാനുഭൂതി കാണിക്കുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം. ഈ നിലപാടുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി കോൺഗ്രസും UDFും യൂത്ത് കോൺഗ്രസും എല്ലാ സംഘടനകളും മുന്നോട്ട് കൊണ്ടുപോകും. 8-ാം തീയതിയിലെയും 12-ാം തീയതിയിലെയും പരിപാടിയിലേക്ക് മുഴുവൻ മാധ്യമ പ്രവർത്തകരും സാന്നിധ്യവും സഹായങ്ങളും തുടർ കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതാ പ്രതിഷേധം? അന്ന് വൈകുന്നേരം തന്നെ DYSP ഓഫീസ് മാർച്ച് നടന്നല്ലോ. ഞങ്ങളതിൽ 2-3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം എന്ന് നടത്തണം എന്നുള്ളത് അന്ന് തന്നെ നടത്തി. അതിൻ്റെ ശേഷം ഞങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തി. ഞങ്ങളതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർ പരിപാടികൾ ഇനിയും ഉണ്ടാവും. എസ്റ്റേറ്റ് ഭൂമിയാണ്, അതിന് സർക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, കോടതിയിൽ കെട്ടിവെച്ചാൽ തന്നെ അത് സർക്കാർ ഭൂമിക്ക് സർക്കാർ പണം കൊടുക്കുന്ന ഒരു രീതിയാണ്. അതിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞങ്ങൾക്ക് ഈ എസ്റ്റേറ്റ് തന്നെ വേണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞൊരൊറ്റ കാര്യം, ദുരന്ത ബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി വേഗത്തിലാക്കണം. അതിന് സർക്കാർ കണ്ടെത്തിയ ഭൂമിയാണത്, ഞങ്ങളാരും കണ്ടെത്തിയതല്ല. സർക്കാർ കണ്ടെത്തിയ ഭൂമി ഐഡന്റിഫൈ ചെയ്ത് നിർമ്മാണം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു. അത് സർക്കാരാണ് പറയേണ്ടത്. സർക്കാർ ഇവിടെ കോടതിയിലും കൊടുത്തു, 2 കേസ് നടക്കുകയാണ്. അപ്പോൾ സർക്കാരാണ് പറയേണ്ടത്. ഈ ഭൂമി കണ്ടെത്തിയത് സർക്കാരാണ്, ഐഡന്റിഫൈ ചെയ്തത് സർക്കാരാണ്. സർക്കാരാണ് അതിന് പറയേണ്ടത്. സർക്കാരിൻ്റെ ഭൂമിയാണോ അല്ലേ, അതിൻ്റെ ഡിബേറ്റ് അവർ നടത്തട്ടെ. ഞങ്ങൾ പറഞ്ഞൊരൊറ്റ കാര്യം, അടിയന്തരമായി പുനരധിവാസം അടിയന്തരമായി പൂർത്തീകരിക്കണം. അതിനാദ്യം വേണ്ടത് ഭൂമിയാണ്. ആ ഭൂമി ഇതുവരെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് എത്തിയിട്ടില്ല. പുനരധിവാസം കോടതിയിലെ കനിവിലേക്ക് നിൽക്കുകയാണ്. സമരമുണ്ട്, UDFിൻ്റെ സമരമുണ്ട്, കോൺഗ്രസിൻ്റെ സമരമുണ്ട്, പോഷക സംഘടനാ സമരങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ സമരമുണ്ട്. ഇന്നിപ്പോൾ KSU സമരം നടക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ സമരം അവർ വിഭാവനം ചെയ്തിട്ടുണ്ട്. UDFിൻ്റെ സമരം ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. തുടർ സമരങ്ങൾ, രൂക്ഷമായിട്ട് സമരങ്ങളുണ്ടാവും.